കാലം അന്നുടനീളം കല്ലുവിൻ്റെ മനസ്സിൽ മുംതാസായിരുന്നു. അമീർ അന്നു മുഴുവൻ കല്ലുവിനെ തന്നെ ശ്രദ്ധിക്കുകയായിരുന്നു. രാവിലെ താൻ അവളുടെ അച്ഛനോട് പറഞ്ഞത് ഇഷ്ടപ്പെട്ടു കാണില്ലേ, അതാണോ ഇന്ന് ഈ മൗനം? അമീർ കല്ലുവിൻ്റെ മൗനം കാണെ മനസ്സിലോർത്തു. കല്ലു വന്നു പോകുന്ന വരെയുള്ള നിമിഷമേ ഇന്ന് താൻ ആശ്വാസത്തോടെ അല്ലെങ്കിൽ സന്തോഷത്തോടെ ഇരിക്കാറുള്ളൂ. കല്ലു കൂടെയില്ലാത്തപ്പോൾ പിന്നെ ഒരു വിങ്ങലാണ് അമീറിന്. അല്ല, സത്യം പറഞ്ഞാൽ അമീറിന് പേടിയാണ്. ഓരോ ദിവസവും ഇരുട്ടാൻ നേരം അവൾ പോകുന്നത് ചെന്നായക്കൂട്ടങ്ങൾക്കിടയിലാണ്. കടിച്ചു കീറിയിട്ടുണ്ടാവുമോ ആ പെണ്ണിനെ എന്ന പേടിയിലാണ് ഇന്ന് അമീറിൻ്റെ ഓരോ രാത്രികളും. കുറച്ച് ദിവസം കൂടെ ഇങ്ങനെ നിൽക്കാൻ കഴിയൂ. എനിക്ക് തിരിച്ചു പോകാനാവുമ്പോഴേക്കും അവളെ അവൾക്ക് വേണ്ടി സംസാരിക്കാനെങ്കിലും തയ്യാറെടുപ്പിക്കണം. സന്തോഷത്തിലേക്കുള്ള പാത വെട്ടിക്കേറി കൊടുക്കണം. എന്നിട്ട് എനിക്ക് അരങ്ങൊഴിയണം. സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുന്ന അന്ന് എനിക്ക് അവളോട് തോന്നിയത് അവൾക്ക് എന്നോട് തോന്നുകയാണെങ്കിൽ തിരിച്ചു വരട്ടെ. അതുവരെ അമീർ മൗനമായിരിക്കും. അവൻ്റെ ഉള്ളിൽ ഒരു നെടുവീർപ്പ് ഉയർന്നു. പതിവ് പോലെ ഗേറ്റിൻ്റെ അടുത്തായി അമീർ സ്ഥാനം പിടിച്ചു. കല്ലു ഇറങ്ങാൻ നേരമെങ്കിലും അവനോട് എന്തെങ്കിലും ചോദിക്കുമെന്ന് കരുതി. ഇറങ്ങാൻ നേരം ഒരു ചിരിയെങ്കിലും കല്ലു തരാറുണ്ട്. അത് കിട്ടാനാണ് അമീർ ആ ഗേറ്റിനരികിൽ നിൽക്കുന്നത്. ഞാൻ ഇത്രയും പൈങ്കിളിയായിപ്പോയോ? അമീർ ഒരു ചെറിയ ചിരിയോടെ അവനെ തന്നെ ശാസിച്ചു. ആ ഒരു ആലോചനയോടെ നിൽക്കുമ്പോൾ തന്നെ കണ്ടു മുന്നിലേക്ക് വരുന്നവളെ. ഒരു ചമയവുമില്ലാതെ എണ്ണമയമാർന്ന മുഖം കാണെ അവൻ്റെ കണ്ണൊന്നു വിടർന്നു. പക്ഷേ കല്ലുവിൻ്റെ ചിന്തകളിൽ മുഴുവനായും അന്നേരവും മുംതാസായിരുന്നു. ഒന്നും മിണ്ടാതെ അരികിൽ തന്നെ ഉറ്റുനോക്കി കണ്ണിൽ പ്രതീക്ഷ നിറച്ചൊരുവൻ നിൽക്കുന്നുണ്ടെന്ന് പോലും അറിയാതെ കല്ലു അവനെ മറികടന്ന് പോയി കഴിഞ്ഞിരുന്നു. ഞൊടിയിടയിൽ അമീറിൻ്റെ മുഖം പരിഭവം കൊണ്ട് വാടിപ്പോയി. അങ്ങനെ അവളെ തന്നെ നോക്കി നിൽക്കെ അവൾ റോഡിലേക്ക് ഇറങ്ങി. മുന്നോട്ട് നടക്കാൻ ആഞ്ഞവളുടെ കുറുകെ ഒരു ബൈക്ക് വന്ന് നിന്നത് പെട്ടെന്നായിരുന്നു. അതിലിരിക്കുന്ന ആളെ കാണെ അവളുടെ കണ്ണുകളൊന്ന് വിടർന്നു. അമീർ ഇരുവരെയും സൂക്ഷിച്ചു നോക്കി. കല്ലുവിൻ്റെയും അമീറിൻ്റെയും ജീവിതത്തിലെ ആദ്യത്തെ വിള്ളൽ അവിടെ നിന്നായിരുന്നു. മുന്നിൽ നിൽക്കുന്ന രാഹുലിനെ നോക്കെ അവളുടെ മിഴികൾ ഒന്ന് വിരിഞ്ഞു. അതേ തെളിച്ചമാണ് ആ കണ്ണുകളിലും. ഒരിക്കലേ കണ്ടിട്ടുള്ളൂ എങ്കിലും ഉള്ളിൽ ആ രൂപം പതിഞ്ഞു പോയിരിക്കുന്നു. കല്ലുവിൻ്റെ ഹൃദയം ഇതുവരെ മിടിക്കാത്ത പോലെ ഒന്ന് മിടിച്ചു. രാഹുൽ പതിയെ ബൈക്ക് സൈഡാക്കി അതിൽ നിന്നും ഇറങ്ങി. മുടിയൊന്ന് ഒതുക്കി വെച്ച് ചെറുചിരിയുമായി അവൻ അരികിൽ നിൽക്കെ കല്ലുവിൻ്റെ ഉള്ളംകൈ പോലും വിയർക്കുന്നുണ്ടായിരുന്നു. കല്യാണി എന്താ ഇവിടെ? തേടി നടന്നത് എന്തോ കണ്ടെന്ന പോലെ രാഹുലിൻ്റെ കണ്ണുകൾ വിടർന്നു പോയിരുന്നു. ഞാൻ ഈ വീട്ടിലാണ് ജോലിക്ക് വരുന്നത്. അവളുടെ സ്വരം നേർത്തുപോയി. മറുപടിയായി രാഹുൽ ഒന്ന് മൂളി. ഇനി എന്തു ചോദിക്കും എന്നറിയാതെ കുഞ്ഞൊരു മൗനം അവരുടെ ഇടയിൽ തളം കെട്ടി നിന്നു. യാത്ര പറഞ്ഞു പോവാൻ ഇരുവർക്കും തോന്നിയതും ഇല്ല. കണ്ട അന്ന് തന്നെ ഒരാളോട് ഇങ്ങനെ അടുപ്പം തോന്നുമോ? കല്ല് സ്വയം ചോദിച്ചുപോയി. പതിയെ മിഴികൾ ഉയർത്തി നോക്കവേ ആളിപ്പോഴും തൻ്റെ മുഖത്താണ് നോക്കി നിൽക്കുന്നത് എന്ന് കല്ലു കണ്ടു. ഞെട്ടിപ്പിടഞ്ഞുകൊണ്ട് നോട്ടം മാറ്റിയവളെ കാണെ രാഹുൽ ചിരി കടിച്ചു പിടിച്ചു. വീട്ടിലേക്കല്ലേ? എൻ്റെ കൂടെ പോരെ, ഞാൻ കൊണ്ടുവിടാം, രാഹുൽ പറഞ്ഞു. അയ്യോ വേണ്ട, എടുത്തടിച്ച പോലെയുള്ള അവളുടെ മറുപടിയിൽ രാഹുലിൻ്റെ മുഖമൊന്ന് വാടി. അത് കല്ലു ശ്രദ്ധിക്കുകയും ചെയ്തു. അത് ഞാൻ വീട്ടിലുള്ളവർ അവൾ എന്ത് മറുപടി പറയും എന്നറിയാതെ വിക്കിപ്പോയി. എനിക്ക് മനസ്സിലാവുമടോ. തന്നോട് ഇങ്ങനെ ചോദിച്ചു എന്ന് കരുതി ഞാൻ എല്ലാ പെൺപിള്ളേരോടും ഇങ്ങനെയാണെന്ന് കരുതല്ല കേട്ടോ. എനിക്ക് ഇയാളോട് ഒരു അടുപ്പം തോന്നി. ഒരു വട്ടമേ കണ്ടിട്ടുള്ളൂ എങ്കിലും അവരൊക്കെ തൻ്റെ പേര് ഒരു 100 വട്ടമെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. ആ ഒരു അടുപ്പം കാണിച്ചെന്ന് വിചാരിച്ചാൽ മതി. രാഹുൽ ഒന്ന് കണ്ണ് ചിമ്മി ചിരിച്ചു. തിരികെ കല്ലുവും കൊടുത്തു ഒരു ചെറുചിരി. കല്യാണി എന്നും ഈ നേരത്താണോ ജോലി കഴിഞ്ഞ് പോവാറ്? രാഹുൽ ചോദിച്ചു. മിക്കവാറും അതെ. ഞാൻ വർക്ക് ചെയ്യുന്ന കോളേജ് അടുത്താ. ഞാൻ ഈ നേരമാവും തിരിച്ചു പോകാൻ. അപ്പോൾ ഇനി ഇടയ്ക്കിടയ്ക്ക് കാണാം അല്ലേ? രാഹുൽ അവളെ തന്നെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു. മറുപടിയൊന്നും പറഞ്ഞില്ലെങ്കിലും അവളുടെ ചുണ്ടിൽ ഒരു കുഞ്ഞു ചിരി ഉണ്ടായിരുന്നു. അത് പതിയെ രാഹുലിലേക്കും പടർന്നു കയറി. എങ്കിൽ ഞാൻ പോയിക്കോട്ടെ. രാഹുൽ ബൈക്കിലേക്ക് കയറി ഹെൽമെറ്റ് വെച്ചു. കല്ലു സമ്മതം എന്ന പോലെ തലയാട്ടി. ഗേറ്റിനരികിൽ തങ്ങളെ നോക്കി നിൽക്കുന്നവനെ അറിയാതെ അവൾ മുന്നോട്ട് നടന്നു. അന്ന് അവളുടെ സ്വപ്നങ്ങൾക്ക് നിറം വെച്ച് തുടങ്ങിയപ്പോൾ മറ്റൊരുവൻ്റെ സ്വപ്നങ്ങൾ നിറം വറ്റി തുടങ്ങിയിരുന്നു. അമീർ അന്നേരവും കല്ലുവിൽ ഇന്ന് വരെ കാണാത്ത ഭാവങ്ങളുടെ പിന്നിലുള്ളവൻ ആരെന്നറിയാതെ നിൽക്കുകയായിരുന്നു. ഒരു പെണ്ണ് ഒരാണിനോട് 5 മിനിറ്റ് സംസാരിച്ചു എന്ന് കരുതി അത് മറ്റെന്തെങ്കിലും ആണെന്ന് തെറ്റിദ്ധരിക്കാൻ മാത്രം മോശമാണോ അമീർ ഡോക്ടർ എന്ന് ഉള്ളിലിരുന്ന് ആരോ അവനെ കുറ്റപ്പെടുത്തി. അമീർ തല ഒന്ന് വെട്ടിച്ചു. മനസ്സ് മുഴുവൻ അന്നേരവും കല്ലുവായിരുന്നു. നഷ്ടപ്പെടുമോ എനിക്ക് അവളെ? അവൻ്റെ ഉള്ളം ഒന്ന് നീറി. സങ്കല്പിക്കാൻ കൂടെ വയ്യ അമീറിനത്. നഷ്ടപ്പെട്ടേക്കാം. ഹൃദയം അവന് ശക്തമായ മുന്നറിയിപ്പ് കൊടുത്തു. ബസ് ഇറങ്ങി നടക്കുമ്പോൾ അവൾ നന്നായി വിയർത്തു പോയിരുന്നു. ഇട്ടിരിക്കുന്ന ഷാളിൻ്റെ അറ്റത്ത് തന്നെ അവൾ മുഖമൊന്ന് തുടച്ചു. പതിയെ മുന്നോട്ട് നടക്കുമ്പോൾ ആൽത്തറയിൽ ഇരുന്ന് ചില ഞരമ്പന്മാർ ചൂളം വലിക്കുന്നുണ്ട്. കല്ലു നിലത്ത് മാത്രം നോക്കിയായി പിന്നെ നടപ്പ്.
മോളെ, ഇരുട്ടി തുടങ്ങിയല്ലോ, ചേട്ടന്മാർ കൊണ്ടുവിടണോ? ഒരുത്തൻ കാതിലേക്ക് തുളച്ചും കയറും വിധം ഒരു ചൂളമടിച്ചുകൊണ്ട് ചോദിച്ചു. കല്ല് ഒന്നും തന്നെ മിണ്ടിയില്ലെങ്കിലും ഉള്ളിൽ ഒരു തരം ദേഷ്യം ഉയരുന്നുണ്ടായിരുന്നു. എന്താ മോളെ മിണ്ടാത്തെ? ചേട്ടൻ കൊണ്ടുവിടണോ? വണ്ടിയൊക്കെ ഉണ്ടോ? അവൻ ബൈക്ക് നിരപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അവിടെ ഒരു കൂട്ടച്ചിരി മുഴങ്ങുന്നതും അത് മുഴുവനിക്കും മുന്നേ അത് നിൽക്കുന്നതും കേൾക്കെ കല്ലു ഒന്ന് തല ഉയർത്തി നോക്കി. എടടാ ബൈക്ക്. ബൈക്കിലിരിക്കുന്നവൻ്റെ പിറകിലായി ഒറ്റച്ചാട്ടത്തിൽ കയറിയിരുന്നു ശരവണൻ. മുന്നിലിരിക്കുന്നവൻ്റെ മുഖത്ത് ഒരു വളിച്ച ചിരി. ആൽത്തറയിലിരിക്കുന്നവർ ഏത് വഴി ഓടണമെന്നറിയാതെ നിൽക്കുന്നു. ഒരുത്തൻ്റെ മുഖത്തും നേരത്തെ കണ്ട ചിരിയില്ല. അയ്യോ അണ്ണാ, ഞങ്ങൾ വെറുതെ തമാശക്ക്. മുന്നിലിരിക്കുന്നവൻ പറഞ്ഞു തീരും മുന്നേ അവൻ്റെ പിരടിയിൽ അടി വീണിരുന്നു. പെങ്ങക്ക് മട്ടും ലിഫ്റ്റ് കൊടുക്കവാ, എടടാ വണ്ടിയെ. ഇനിമേൽ പെങ്ങളെ തൊന്തരവ് പണ്ണക്കൂടാത്. ശരവണൻ അവൻ്റെ ചെവിയിൽ പിടിച്ച് തിരിച്ചു. അവൻ പിടിപിടിയിപ്പിക്കാൻ നിന്ന് കുതറുന്നുണ്ട്. അത് കാണെ കല്ലുവിന് ചിരി പൊട്ടി. എടാ, ജീവൻ വേണമെങ്കിൽ ആ പിശാചിനെ എവിടെയെന്ന് വെച്ചാൽ കൊണ്ടുപോയി ഇറക്കി വിടടാ. കൂട്ടത്തിൽ ഒരുവൻ കൂട്ടുകാരന് സിഗ്നൽ കൊടുത്തുകൊണ്ട് ഓടി. ബാക്കിയുള്ളവർ അവൻ്റെ പിന്നാലെയും. അവനൊന്ന് കുതറിക്കൊണ്ട് ബൈക്ക് എടുത്തു. പിന്നിലായി ശരവണനും. ബൈക്ക് പൊടി പടർത്തിക്കൊണ്ട് ഇരച്ച് കല്ലുവിൻ്റെ മുന്നിലൂടെ ഓടി മറഞ്ഞു. ഒരുവൻ മുതലാളി, ഉലകിൽ മാത്രം തൊഴിലാളി. ശരവണൻ്റെ പാട്ട് മാത്രം അവിടെ മുഴങ്ങിക്കേട്ടു. കല്ലുവിന് അന്നേരം കാശിയെ ഓർമ്മ വന്നു. ഇതിലും നല്ലൊരു അമ്മായിയപ്പനെ കാശിക്ക് വേറെ കിട്ടാനില്ല. കല്ലുവിന് ചിരി വന്നു പോയി അതോർക്കെ. വീട്ടിലേക്ക് കയറുമ്പോൾ അമ്മയുടെ അസ്ഥിത്തറക്ക് മുന്നിലായി അച്ഛനുണ്ട്. പുറംതിരിഞ്ഞ് നിൽക്കുന്നത് കൊണ്ട് മുഖം വ്യക്തമല്ല. പതിയെ അരികിലായി പോയി നിന്നു. അച്ഛ, ആ തോളിൽ കൈവച്ച് അവളൊന്ന് വിളിച്ച മാത്രയിൽ അയാളുടെ ക്ഷീണിച്ച് മെലിഞ്ഞ ഉടലൊന്ന് വിറകൊണ്ടു. അത് അവൾ വ്യക്തമായി അറിയുകയും ചെയ്തു. തിരിഞ്ഞു നോക്കിയ അച്ഛൻ്റെ കണ്ണുകളിൽ കുറ്റബോധത്തിൻ്റെയും സങ്കടത്തിൻ്റെയും തീരാകടൽ. അമീർ സാർ പറഞ്ഞത് ഒരു പക്ഷേ അച്ഛനെ കൂടുതൽ വേദനിപ്പിച്ചിരിക്കാം. കല്ലു ആ നിറഞ്ഞ കണ്ണുകളുടെ പൊരുൾ തേടി അലഞ്ഞു. അമീർ സാർ. പെട്ടെന്ന് ആ മുഖം അവളുടെ ഉള്ളിലേക്ക് ഇരച്ചു കയറി സ്ഥാനമുറപ്പിച്ചു. ഇന്ന് വൈകുന്നേരം കണ്ടില്ലേ? ഉവ്, കണ്ടായിരുന്നു. അപ്പോൾ ഒന്നും മിണ്ടിയില്ലേ? ഇല്ല, മിണ്ടിയിട്ടില്ല. അവൾക്ക് പേരറിയാത്ത ഒരു നോവ് ഉള്ളിൽ പടരുന്ന പോലെ തോന്നി. എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് അടുത്തു വരുന്നവനാണല്ലോ. ഇന്നെന്താ എൻ്റെ അരികിലേക്ക് വരാഞ്ഞത്? രാവിലെ അച്ഛനുമായി നടന്ന സംസാരത്തിൽ താൻ പിണങ്ങിയിറങ്ങിയതാണെന്ന് കരുതി കാണുമോ? ഇല്ല, രാവിലെ തന്നെ ഞാനത് തിരുത്തിയതാണല്ലോ. ഞാനും രാഹുൽ സാറും സംസാരിക്കുമ്പോൾ പിന്നിലായി നിഴൽ പോലെ ആ രൂപമുണ്ടായിരുന്നോ? ഇത്രമേൽ ഞാൻ എന്തിനാശങ്കപ്പെടണം? അതിന് മാത്രം ഒന്നും ഉണ്ടായില്ലല്ലോ. കല്ലുവിന് തന്നെ അതിശയമായിപ്പോയി. ആ ഒരു 2 നിമിഷത്തെ സംസാരമില്ലാതായപ്പോൾ എന്തോ കല്ലുവിന് ഉള്ളിലൊരു വീർപ്പുമുട്ടൽ. ഇന്നത്തെ ഒരു ദിവസം തന്നെ വെറുതെ ആയ പോലെ. മോളെ, അച്ഛൻ്റെ വിളിയാണ് കല്ലുവിനെ ചിന്തകളിൽ നിന്ന് ഉണർത്തിയത്. ഞാൻ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ടല്ലേ? ക്ഷമ ചോദിക്കാൻ പോലും അർഹതയില്ലാത്ത അത്രയും. ഇന്ന് ആ സാറ് പറഞ്ഞപ്പോഴാണ് ഞാൻ അത്രയും നേരം ഞാൻ ചെയ്തതിനൊക്കെ പ്രായശ്ചിത്തം ചെയ്ത് കഴിഞ്ഞ പോലെയായിരുന്നു എൻ്റെ മനസ്സ്. പക്ഷേ എന്നേക്കാൾ കൂടുതൽ നിന്നെ അയാൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അച്ഛൻ്റെ കണ്ണുകൾ ഇടതടവില്ലാതെ ഒഴുകുന്നു. അത് ചെന്ന് വീഴുന്നത് എതിർവശം നിൽക്കുന്നവളുടെ ഹൃദയത്തിലും. പക്ഷേ അച്ഛൻ്റെ കണ്ണുകൾക്കും അപ്പുറം ആ ഒരു വാക്ക് മാത്രമായിരുന്നു കല്ലുവിൻ്റെ ചെവിയിൽ. ജന്മം തന്ന അച്ഛനിതാ പറയുന്നു, അച്ഛനേക്കാൾ കൂടുതൽ അമീർ തന്നെ മനസ്സിലാക്കിയിരിക്കുന്നു എന്ന്. എന്താണ് അതിനർത്ഥം? കല്ലു ചിന്തിച്ചുപോയി. അന്ന് രാത്രിയിൽ അച്ഛനൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഉള്ളിൽ ഒരു മഴ പെയ്തു തീർന്ന പോലെയായിരുന്നു കല്ലുവിന്. ചെറിയമ്മയും ശ്രീയും മിണ്ടാതിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നുവെങ്കിലും ഇടയ്ക്കിടയ്ക്ക് അവരുടെ നോട്ടം എൻ്റെ നേർക്ക് വരുന്നുണ്ടായിരുന്നു. പെട്ടെന്നൊരു ദിവസം അടുക്കളയിൽ മാത്രം ഒതുങ്ങിക്കൂടിയവൾക്ക് അതേ വീട്ടിൽ അങ്ങനെയൊരു സ്ഥാനം തരേണ്ടി വരുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല. കഴിഞ്ഞ ദിവസം അച്ഛൻ വഴക്ക് പറഞ്ഞതും ശ്രീകുട്ടിയെ തല്ലിയതുമൊന്നും അവർക്ക് ദഹിച്ചിട്ടില്ല. അല്ലെങ്കിലും സ്ഥാനമോഹങ്ങൾ താൻ ആഗ്രഹിച്ചിട്ടില്ല. അച്ഛൻ്റെ മകൾ എന്നൊരു അവകാശവും എന്നൊക്കെയോ ആഗ്രഹിച്ചൊടുവിൽ മറന്നു കളഞ്ഞൊരു കഥയാണ്. അടുക്കളയിലെ പാത്രങ്ങൾ ഓരോന്നായി അടുക്കിപ്പെറുക്കി വെച്ച് വാതിലും പൂട്ടിയിറങ്ങിയപ്പോൾ ചെറിയമ്മയും ശ്രീയും മുന്നിലായി നിൽപ്പുണ്ട്. കെട്ടിലമ്മ ഉറങ്ങാൻ പോവാണോ? ചെറിയമ്മ സംസാരത്തിന് തുടക്കം കുറിച്ചു. കല്ലു മൗനമായി അവിടെ തന്നെ നിന്നു. ഇങ്ങനെ ഒരു കാര്യം താൻ പ്രതീക്ഷിച്ചതാണെന്ന പോലെ. ഇന്നലെ അച്ഛൻ എന്നെ തല്ലിയപ്പോൾ നീ അങ്ങ് സന്തോഷിച്ചു അല്ലേ? അച്ഛൻ്റെ പിൻബലത്തിൽ നീ അധികം നകളിക്കണ്ട. അധികകാലം നിലനിൽക്കില്ല ഈ അഹങ്കാരം. ശ്രീകുട്ടി താക്കീതോടെ കല്ലുവിനെ നോക്കി. കല്ലുവിൽ പ്രത്യേകിച്ച് ഒരു ഭാവമാറ്റവുമില്ല എന്നത് അവളെ ചൊടിപ്പിച്ചു. അല്ലേ, ഇന്നലെ വരെ ചൂളിപ്പിടിച്ച് എന്തെങ്കിലും പറയുമ്പോഴേക്കും വാതിലിന് പിന്നിലേക്ക് പോയിരുന്നവളാണ്. ഇന്ന് ഈ നിൽക്കുന്നത് കണ്ടില്ലേ? എന്നോടോ എന്നൊരു ഭാവം. ചെറിയമ്മ എന്ന് പറയുന്ന ആ സ്ത്രീ പോരിനിറങ്ങി. അച്ഛൻ കൂടെ ഉണ്ടല്ലോ എന്ന ധൈര്യമായിരിക്കും ഇവൾക്ക്.
ശ്രീ കല്ലുവിന് നേരെ ചാടി. ആണെങ്കിൽ? കല്ലു ശാന്തമായി ഇരുവരെയും നോക്കി. പൊടുന്നനെ കല്ലുവിൻ്റെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു മറുപടി വന്നപ്പോൾ ശ്രീ ഒന്ന് ഞെട്ടി. ഒരു വാക്കുപോലും മറുത്തു പറയാത്തവളാണ്. ഇതിപ്പോൾ മുഖം ശാന്തമാണെങ്കിലും അങ്ങനെ ഒരു മറുവാക്ക് അവളുടെ വായിൽ നിന്നും വരുമ്പോൾ സൂക്ഷിക്കണം. ഒരിക്കൽ അങ്ങനെ തിരിച്ചു പറയാനുള്ള ചങ്കൂറ്റം കാണിച്ചാൽ പിന്നെ അതൊരു ശീലമാവും. അത് പാടില്ല. ആണെങ്കിൽ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്നെ? കല്ലുവിൻ്റെ വാക്കുകൾക്ക് പതിയെ മൂർച്ച കൂടുന്ന പോലെ. അച്ഛൻ്റെ ബലം കണ്ട് ചാടി തുടങ്ങിയാൽ കൊന്നുകളയും ഞാൻ. ചെറിയമ്മ കല്ലുവിന് നേരെ വിരൽ ചൂണ്ടി. അങ്ങനെ നിങ്ങൾ എന്നെ കൊല്ലുമായിരുന്നുവെങ്കിൽ നിങ്ങൾ എന്നോ അത് ചെയ്യുമായിരുന്നു. വെറുതെ അതും പറഞ്ഞ് എന്നെ വിരട്ടാൻ വരണ്ട. പുതിയതെന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ, എന്നെ ഭയപ്പെടുത്താൻ മാത്രം. കേൾക്കട്ടെ. കല്ലു അവരെ നോക്കി വെല്ലുവിളിച്ചു. സംശയമുണ്ടോ നിനക്ക്? ഞങ്ങളെ എതിർത്ത് അച്ഛൻ്റെ തണൽ പറ്റി ജീവിക്കുക എന്ന് മോൾക്ക് വല്ല ഉദ്ദേശവും ഉണ്ടെങ്കിൽ അത് മാറ്റിവെച്ചേക്ക്. അതിന് തന്നെയാണ് ഉദ്ദേശം ചെറിയമ്മേ. അച്ഛൻ്റെ തണൽ പറ്റി നിങ്ങളെ എതിർത്ത് ഇവിടെ ജീവിക്കാൻ. നിങ്ങൾ എന്നെ ഒന്നും ചെയ്യില്ല, എനിക്ക് നന്നായിട്ടറിയാം. ഇപ്പോഴല്ല, ഒരുപാട് നാളായിട്ട്. ഞാൻ അങ്ങ് മരിച്ചുപോയാൽ കുടുംബം മുന്നോട്ട് പോകുമോ? ഒന്നുമില്ലെങ്കിലും പലചരക്ക് മുതൽ ശ്രീയുടെയും നന്ദൻ്റെയും ഫീസ്, നിങ്ങളുടെ ചികിത്സാ ചെലവ് ഒക്കെ ഞാൻ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം കൊണ്ടല്ലേ മുന്നോട്ട് പോകുന്നത്. നന്ദൻ സ്വന്തം കാലിൽ നിൽക്കുന്നവരെയെങ്കിലും നിങ്ങൾക്ക് എന്നെ ആവശ്യമുണ്ട്. അതെനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് ചെറിയമ്മ ചെല്ല്. വെറുതെ ഉറക്കൊഴിച്ച് അസുഖം വന്നാലും മരുന്ന് മേടിക്കാൻ എൻ്റെ കയ്യിൽ നിന്നും തന്നെ പണം എടുത്ത് തരണ്ടേ? കല്ല് പറഞ്ഞു നിർത്തിയപ്പോഴേക്കും ശ്രീ അവളുടെ നേരെ ചീറിയെടുത്തു. അഹങ്കാരി, അമ്മയോട് തട്ടിക്കയറുന്നോ നീ? വിരൽ ചൂണ്ടി വരുന്നവളുടെ വിരലിൽ കല്ലുവിൻ്റെ കൈ മുറുകിയിരുന്നു. ശ്രീ അത് വേർപ്പെടുത്താൻ നോക്കി. കല്ലു മുറുകെ പിടിച്ചിരിക്കുകയാണ്. അവൾക്ക് നൊന്തു. വിടടി എൻ്റെ കൊച്ചിനെ. ശ്രീ നിലത്ത് നിന്ന് ചവിട്ടി കുതറി. അന്നേരം കല്ലു കൈകൾ അയച്ചു കൊടുത്തു. ഒന്നുമില്ലെങ്കിലും ഞാൻ നിന്നേക്കാൾ 4-5 ഓണം കൂടുതലുണ്ടതല്ലേ. അതുമല്ലെങ്കിൽ പണിയെടുത്ത് തഴമ്പിച്ച കൈയല്ലേ എൻ്റേത്. പേന മാത്രം പിടിച്ച കൈകൊണ്ട് ചേച്ചിയോട് കയ്യാങ്കളിക്ക് ഇറങ്ങുമ്പോൾ മോൾ അതെങ്കിലും കണക്കിലെടുക്കണ്ടേ? കല്ലിൻ്റെ സംസാരവും രീതിയും ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത പോലെ തോന്നി ഇരുവർക്കും. മുന്നിൽ നിന്ന് മറ്റാരോ സംസാരിക്കുന്ന പോലെ. ഇരുവരും മുഖത്തോട് മുഖം നോക്കി. ഇന്നത്തെ ചോദ്യവും പറച്ചിലും കഴിഞ്ഞെങ്കിൽ രണ്ടുപേരും പോയിക്കോളൂ. എനിക്കും നേരത്തെ എഴുന്നേൽക്കണം. കല്ലു പതിയെ തൻ്റെ മുറിയിലേക്ക് നടന്നു. വാതിലിന് മുന്നിൽ അന്തിച്ച് നിൽക്കുന്നവരെ ഒന്ന് നോക്കി ചിരിച്ചു. ശേഷം വാതിൽ കുട്ടിയടച്ച് കുറ്റി നീക്കി. ശ്രീയും അമ്മയും മുഖത്ത് കടി കിട്ടിയ പോലെ നിന്നുപോയി. കല്ലു കട്ടിലിൽ അലസമായി കിടക്കുകയാണ്. ജനൽ വഴി വന്ന ഒരു പാതിരാക്കാറ്റ് അവിടെ ആകെ ചുറ്റിപ്പറ്റി അവളുടെ ധാവണിക്കുള്ളിൽ ഒളിച്ചു. ചുടുകണ്ണീർ അവളുടെ തലയിണയെ കുതിർത്തു. എന്തിനാണ് എല്ലാവരും തന്നെ ഇങ്ങനെ ശത്രുപക്ഷത്ത് കാണുന്നത്? ആർക്കും അറിഞ്ഞുകൊണ്ട് ഒരു ഉപദ്രവം ചെയ്തിട്ടില്ലല്ലോ. എല്ലാവരും നന്നാവണമെന്നല്ലേ താൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അതിനുവേണ്ടിയല്ലേ ഈ കിടന്ന് ഓടുന്നത് പോലും. അതിനുവേണ്ടിയല്ലേ എൻ്റെ സ്വപ്നങ്ങളൊക്കെ മാറ്റിവെച്ചത്. കല്ലുവിന് സങ്കടം തീരുന്നുണ്ടായിരുന്നില്ല. ഫോണൊന്ന് ശബ്ദിച്ചപ്പോഴാണ് കല്ലുവിൻ്റെ ശ്രദ്ധ തിരിഞ്ഞത്. പതിയെ അത് കൈയെടുത്ത് മേശയിൽ നിന്നും എടുത്തു. കരഞ്ഞ് കരഞ്ഞ് കണ്ണ് മങ്ങിപ്പോയിരുന്നു. ധാവണിയുടെ അറ്റം കൊണ്ട് പതിയെ കണ്ണുകൾ തുടച്ചു. ഫോണിലേക്ക് സൂക്ഷിച്ചു നോക്കി. ആ പേര് കണ്ട പാടെ അതുവരെയുള്ള സങ്കടങ്ങൾക്ക് അല്പം അയവ് വന്ന പോലെ തോന്നി കല്ലുവിന്. കൺമുന്നിലേക്ക് ഒരു കൂട്ടം നല്ല മനുഷ്യരുടെ മുഖം ഓടിപ്പിടഞ്ഞു വന്നു. കൂടെ ഇന്ന് കണ്ട ഒരുവൻ്റെ മുഖവും. ആ മുഖമോർക്കെ അവളുടെ സ്വപ്നങ്ങൾക്ക് ചിറകു വെക്കുന്നുണ്ടായിരുന്നു. ഫോൺ ഓണാക്കി അവൾ ചെവിയോട് ചേർത്തു. തുടരും. സൂര്യകാന്തി.